ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന റീസണിൽ ഒന്നെന്ന് പറയുന്നത് ഇതൊരു ഷോൺ ലീവി സിനിമയാണ്. ഇനി ഇങ്ങനെ ആരാ എന്താന്നൊക്കെ അറിയണമെങ്കിൽ ഈ രണ്ട് പേര് മതി. റിയൽ സ്റ്റീൽ, നൈറ്റ് അറ്റ് ദി മ്യൂസിയം. ഈ പടങ്ങളൊക്കെ എന്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാക്കിയ ഓളെന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. ഓഫ്കോഴ്സ് എന്റെ മാത്രമല്ല പലരുടെയും. സ്റ്റാർ മൂവീസിൽ HBO-യിലൊക്കെ ഇത് എത്ര വട്ടം കണ്ടുവന്ന് എനിക്ക് പോലും വലിയ ബോധമില്ല. എന്റർടൈൻമെന്റ് ആണ് ആശാന്റെ മെയിൻ. റിയൽ സ്റ്റീലും നൈറ്റ് അറ്റ് ദി മ്യൂസിയം സിനിമകൾ മാത്രമല്ല, ഡേറ്റ് നൈറ്റ്, ബിഗ് ഫാറ്റ് ലയർ, ഫ്രീ ഗൈ, സ്ട്രേഞ്ചർ തിങ്സിലെ ഏതാണ്ട് 8ഓളം എപ്പിസോഡ്സ്, പിന്നെ ലാസ്റ്റ് വന്ന ആഡം പ്രോജക്ട് എല്ലാം ഇങ്ങനത്തെ സിനിമകളാണ്. അതിലും ഫ്രീ ഗൈയും ബിഗ് ഫാറ്റ് ലയർ ഒക്കെ എന്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാവും പുള്ളിയുടെ സിനിമകളിൽ. അതിപ്പോൾ അതിന്റെ കോമഡി മാത്രമല്ല, അതിന്റെ ഇമോഷണൽ സൈഡും എല്ലാം ഭയങ്കര അധികം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മേ ബി ഇതെല്ലാം ഞാൻ കണ്ട ആ ഒരു പ്രായം അതിനൊരു കാരണമായിരിക്കാം. നൈറ്റ് അറ്റ് ദി മ്യൂസിയം കണ്ടിട്ട് എനിക്കൊരു മ്യൂസിയത്തിൽ വാച്ച്മാനായി ഇരിക്കണം, അപ്പോൾ ഇതുപോലെല്ലാം സംഭവിക്കണേ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട്. അതും പോട്ടെന്ന് വയ്ക്കാം. ഇതെല്ലാം കണ്ടിട്ട് ശരിക്കൊരു മ്യൂസിയം നേരിട്ട് കണ്ടപ്പോൾ അവിടെ വെച്ച് എനിക്കുണ്ടായ ഡിസപ്പോയിൻമെന്റിന് ഒരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. അടിയോടെ ഇല്ലാതായി പോയി എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. അത്രമാത്രം ഈ സിനിമകളൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടറിന്റെ ഡെഡ്പൂൾ സിനിമ എന്നൊരു പ്രതീക്ഷ